ഫലസ്തീനിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുമ്പോഴും വെടിനിർത്തൽ ചർച്ചകൾ സജീവമായിരിക്കുന്നു. ഈ ചർച്ചകൾക്കിടെ തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. അത് പ്ലാൻ എയും പ്ലാൻ ബിയും തകർന്ന് നിസ്സഹായനായി നിൽക്കുന്ന നെതന്യാഹുവിൻ്റെ ചിത്രമാണ്. സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം. ചരിത്രം എത്ര ക്രൂരമായാണ് ആവർത്തിക്കുന്നത്. ഫലസ്തീനെക്കുറിച്ചുള്ള വാർത്തകളിൽ ഒരിക്കൽ കൂടി വെടിനിർത്തൽ എന്ന വാക്ക് നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മാനുഷിക സഹായം എത്തിക്കാൻ സംവിധാനമൊരുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന UN രക്ഷാസമിതി പ്രമേയം പാസാക്കാൻ US കനിഞ്ഞിരിക്കുന്നു. പൂർണ്ണ വെടിനിർത്തൽ ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം കൊണ്ടുവന്ന പ്രമേയം. ആ പ്രമേയത്തിലെ ശക്തമായ വാക്കുകൾ മുഴുവൻ വെട്ടിത്തിരുത്തി നശിപ്പിച്ച ശേഷമാണ് അമേരിക്കൻ വീറ്റോ അധികാരം പ്രയോഗിക്കുന്നതിൽ നിന്ന് തൽക്കാലം വിട്ടുനിന്നത്. മാനവരാശി കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ മനുഷ്യക്കുരുതി നടത്തിയിട്ടും ഇസ്രായേലിനെതിരെ തറപ്പിച്ചൊന്ന് നോക്കാൻ പോലും ത്രാണിയില്ല ലോക പോലീസിന്. ഈ നട്ടെല്ലില്ലായ്മയാണ് പ്രമേയം തിരുത്തിക്കുന്നതിൽ തെളിഞ്ഞത്. ഇസ്രായേലിന് നൽകിയ സമയം കഴിഞ്ഞു, ലോകം എല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ മൊഴിഞ്ഞ ആന്റണി ബ്ലിങ്കനും നെതന്യാഹുവിനെ ചെറുതായൊന്ന് ശാസിച്ചു എന്ന് വരുത്തിയ പ്രസിഡന്റ് ജോ ബൈഡനും UN രക്ഷാസമിതിയിലെ നാണം കെട്ട നയതന്ത്രത്തിന് എന്ത് മറുപടി പറയും? ഈജിപ്തിന്റെ മാധ്യസ്ഥ്യത്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ബന്ദികളെ വിട്ടുകിട്ടാതെ നെതന്യാഹുവിന് ഇസ്രായേലിൽ പുറത്തിറങ്ങി നടക്കാനാകില്ല. സൈനിക നിരയിലെ വൻ ആൾനാശം അദ്ദേഹത്തെയും വാർടൈം ക്യാബിനറ്റിനെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വലിയ ആഭ്യന്തര പ്രതിസന്ധിയാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ: വെടിനിർത്തുക, രക്ഷപ്പെടുക. ഇങ്ങനെ സാധ്യമാകുന്ന വെടിനിർത്തൽ തത്കാലം ആശ്വാസകരമാണെങ്കിലും എത്ര നാൾ? അധിനിവേശത്വര ഒരിക്കലും അവസാനിച്ചിട്ടില്ലാത്ത ഇസ്രായേലും അതിന് കൂട്ടുനിൽക്കാൻ അമേരിക്കൻ ചേരിയും കടലാസ് വിലയില്ലാത്ത UN-ഉം ലോകം മുഴുവൻ പാടി നടക്കാൻ തോറാ പഴങ്കഥയുമുള്ളപ്പോൾ ഫലസ്തീൻ ജനതയുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാകും? 20,000-ലേറെ മനുഷ്യർ മരിച്ചുവെന്നാണ് ഇപ്പോൾ മുന്നിലുള്ള കണക്ക്. കുഞ്ഞുങ്ങളാണ് ഭൂരിഭാഗവും. ആശുപത്രിയിൽ കഴിഞ്ഞവർ പോലും ബാക്കിയായില്ല. മുറിവോടെ മരിച്ചവരാണവർ. പലായനത്തിനിറങ്ങിയ മനുഷ്യർ കൂടെ കൂട്ടാൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാരെയും വൃദ്ധജനങ്ങളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയുമെല്ലാം വീട്ടിലിരുത്തിയാണ് പുറപ്പെട്ടു പോയത്. അവരെല്ലാം തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്കകത്ത് ഒടുങ്ങിപ്പോയിട്ടുണ്ട്. വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രോശം കേട്ടിറങ്ങിയ മനുഷ്യർ കരൾ പിളരും വേദനയോടെയാണ് പുറപ്പാടിനിറങ്ങിയത്. എന്നിട്ടും പാതി വഴിയിൽ അവർ ആക്രമിക്കപ്പെട്ടു. തെക്കൻ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനികൾ കഴിയുന്ന മുഴുവനിടങ്ങളിലും ബോംബ് വർഷിച്ചു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും രാഷ്ട്രീയ നേതൃത്വവും മരണം ആഘോഷിച്ചു. എന്തിനു വേണ്ടി? നെതന്യാഹു എന്ന ഭരണാധികാരിയുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. അധികാര നഷ്ടത്തിന്റെ വക്കിലെത്തി നിന്ന അദ്ദേഹം ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തെ അവസരമായി എടുക്കുകയായിരുന്നു. രാഷ്ട്രീയ സയനിസത്തിന്റെ ദീർഘകാല വംശഹത്യാ പദ്ധതിയുടെ ഒരു അധ്യായമാണ് ഗസ കൂട്ടക്കുരുതി. വെടിനിർത്തൽ ചർച്ചക്കിടയിലും അത് തുടരുകയാണ്. ഹമാസിനെ മുച്ചൂടും മുടിക്കാതെ അക്രമം അവസാനിപ്പിക്കില്ലെന്നാണ് നെതന്യാഹുവിൻ്റെ ആക്രോശം. പക്ഷേ ചരിത്രവും വർത്തമാനവും നെതന്യാഹുവിനോടും അദ്ദേഹത്തിൻ്റെ സയനിസ്റ്റ് തീവ്രവാദി മന്ത്രിമാരോടും ഒരു ചോദ്യം ചോദിക്കും: ഒടുവിൽ നിങ്ങൾ എന്ത് നേടി? നിങ്ങളുടെ ഉറക്കത്തിൽ നിറയുന്ന കുഞ്ഞു മയ്യിത്തുകളല്ലാതെ എന്താണ് നിങ്ങൾ നേടിയത്? പ്ലാൻ എയും ബിയും പൊളിഞ്ഞ് പരിഹാസ്യനായ നെതന്യാഹുവാണ് അവശേഷിക്കുന്നത്. ഹമാസിനെ തീർക്കുമെന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. കാരണം ഒക്ടോബർ 7 ആക്രമണം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കനത്ത പ്രഹരമായിരുന്നു. എന്നാൽ ഹമാസ് മുടിഞ്ഞോ? ഇല്ലെന്ന് മാത്രമല്ല, ആ സംഘത്തിന് ബന്ധുബലം കൂടുകയാണ് ചെയ്തത്. ബന്ദികളെ സംരക്ഷിക്കുന്നതിലും വിലപേശുന്നതിലും അവർ കൂടുതൽ ശക്തരായിരിക്കുന്നുവെന്ന് വേണം വിലയിരുത്താൻ. ഒക്ടോബർ 7 ഉള്ളതും ഇല്ലാത്തതുമായ ദൃശ്യങ്ങൾ കാണിച്ച് ഇസ്രായേൽ ഭരണകൂടവും സയനിസ്റ്റ് ലോബിയും ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ഇത് തീവ്രവാദ വിരുദ്ധ യുദ്ധമായാണ്. തുടക്കത്തിൽ ഈ നരേറ്റീവിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു.
പക്ഷേ ഏതാനും ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ചിത്രം മാറി. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സർവ്വ പ്രൊപ്പഗാൻഡ മെഷീനുകളെയും നിലംപരിശാക്കി ബദൽ മാധ്യമങ്ങൾ സജീവമായി. ഇസ്രായേൽ കൊല്ലുന്നത് സിവിലിയന്മാരെ മാത്രമാണെന്ന് വ്യക്തമായി. ഓസ്ലോ കരാറിന് പിറകെ 2005 ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണ് ഇസ്രായേൽ. അവിടെ അധികാരം തിരിച്ചുപിടിക്കാനുള്ള അധിനിവേശ ആക്രമണം, വാർ ഓഫ് ഒക്യുപ്പേഷൻ ആണിതെന്ന് വളരെ എളുപ്പത്തിൽ വെളിപ്പെട്ടു. കുഞ്ഞുങ്ങളെയും ഉമ്മമാരെയും ഗർഭിണികളെയും കൊന്നു തള്ളിയിട്ട് ഏത് ഹമാസിനെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന ചോദ്യം ഉത്തരമില്ലാതെ അലഞ്ഞു. ഹമാസ് ഒരു സൈനിക വിഭാഗമല്ല, അത് അന്താരാഷ്ട്ര സഹായമുള്ള ഒരു സായുധ സംഘമാണ്. സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രയോഗത്തിലൂടെയും ഏറ്റവും താഴെത്തട്ടിൽ വരെ വേരുകൾ ഉണ്ടാക്കിയവരാണവർ. ഗസയിലുടനീളം ഹമാസ് ഒളിയിടങ്ങളുണ്ട്. അവരുടെ സങ്കേതങ്ങളിലേക്ക് കയറി ചെല്ലാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധ്യമല്ല. ഇത്തരം ഗ്രൂപ്പുകളെ ലോകത്തൊരിടത്തും പുറത്തു നിന്നുള്ളവർക്ക് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വിയറ്റ്നാം സ്നൈപ്പർമാർ അമേരിക്കൻ സൈനികരെ നേരിട്ടതിൻ്റെ ചരിത്രം മുന്നിലുണ്ട്. അഫ്ഗാനിലെ സോവിയറ്റ് പരാജയം പഠിച്ചാലും ഇത് മനസ്സിലാകും. മലേഷ്യയിൽ ബ്രിട്ടീഷുകാർ അനുഭവിച്ചതും ഇതായിരുന്നു. അഥവാ നിങ്ങൾ ഇത്തരം സംഘങ്ങളെ തത്കാലം തകർത്താലും ഞൊടിയിടയിൽ അവർ റീഗ്രൂപ്പ് ചെയ്യും. ഗസയിൽ കരയുദ്ധത്തിനിറങ്ങിയതോടെയാണ് IDF സൈനികർ കനത്ത നാശം ഏറ്റുവാങ്ങിയതെന്ന് ഓർക്കണം. ഗസയിലെ സാധാരണക്കാർ ഹമാസിന്റെ മനുഷ്യകവചമാണെന്ന ഇസ്രായേൽ ആരോപണം ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം അവർ ഹമാസിനെ ശക്തമായി പിന്തുണക്കുന്നു. അധിനിവേശ ശക്തികളെ നേരിടുന്നവരോട് ഒരു ജനത കാണിക്കുന്ന ഐക്യപ്പെടലാണത്. അധിനിവേശ വിരുദ്ധത പിറവിയിലേ ഉൾച്ചേർക്കപ്പെട്ട യുവാക്കളാണ് ഗസയിലുള്ളത്. ഹമാസിനോടുള്ള അവരുടെ ഐക്യം പ്രത്യയശാസ്ത്രപരമോ സംഘടനാപരമോ ആകണമെന്നില്ല. ഹമാസ് ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും കൊടുക്കുന്ന സമ്മതിയുമല്ല. ലാഭനഷ്ടങ്ങൾ ഗസ ജനത നോക്കുന്നുമില്ല. അതുകൊണ്ട് ആരാണ് ഹമാസ്, ആരാണ് ഹമാസ് അല്ലാത്തത് എന്ന് പുറത്തു നിന്ന് എത്തുന്നവർക്ക് മനസ്സിലാകുകയേയില്ല. ഫലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ 57% ഗസക്കാരും പറഞ്ഞത് ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം ശരിയായിരുന്നുവെന്നാണ്. ഇസ്രായേൽ യുദ്ധക്കുറ്റം നടത്തിയെന്നും ഹമാസ് ആയിരുന്നില്ല IDFന്റെ ലക്ഷ്യമെന്നും 97% പേരും വിശ്വസിക്കുന്നു. ഹമാസിനെ തോൽപ്പിച്ചതിൻ്റെ ഒരു വിജയദൃശ്യം പോലും സംഘടിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. സ്വന്തം പൗരന്മാരെയും സഹസൈനികരെയും അബദ്ധത്തിൽ കൊന്നതിൻ്റെ നാണക്കേടിലാണവർ. സൗഹൃദ വെടിവെപ്പെന്നാണ് ഈ നാണക്കേടിനെ അവർ വിളിക്കുന്നത്. അതുകൊണ്ട് നെതന്യാഹുവും കൂട്ടരും ഇപ്പോഴും ഒക്ടോബർ 7 ക്രൂരത വീഡിയോയായും വിവരണമായും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി പ്ലാൻ ബി നോക്കാം. ഗസ ജീവിക്കാൻ കൊള്ളാത്ത ഇടമായി മാറ്റുക. സഹികെട്ട് ഗസക്കാർ ഒഴിഞ്ഞു പോകുക. ഗസക്കാരെ മുഴുവൻ ഈജിപ്തിലെ സിനായി പെനിൻസുലയിൽ പാർപ്പിക്കുക. ഇതായിരുന്നു നെതന്യാഹുവിൻ്റെ രഹസ്യ പദ്ധതി. അല്ലെങ്കിൽ ഇതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. ഇസ്രായേൽ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിൻ്റെ ചോർന്നു കിട്ടിയ രേഖ ഇത് വ്യക്തമാക്കുന്നു. ഈ രേഖ ഇസ്രായേലിലെ ചില പത്രങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു. 1948 ഓർമ്മയിലാണ് നെതന്യാഹു ഈ പ്ലാൻ ബി സ്വപ്നം സൂക്ഷിക്കുന്നത്. അന്ന് ഫലസ്തീൻ വിഭജന പ്രമേയം UN പാസാക്കിയതിനും ഇസ്രായേൽ നിലവിൽ വന്നതിനുമിടയ്ക്കുള്ള ഒരു വർഷത്തിനിടെ 7,80,000 മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങിയ അറബ് വംശജരെയാണ് മേഖലയിൽ നിന്ന് ആട്ടിയോടിച്ചത്. അതാണ് നഖ്ബ. അന്ന് അയൽ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയ മനുഷ്യർക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാനായില്ല. ഇസ്രായേലിൻ്റെ എക്കാലത്തെയും സ്വപ്നമാണ് ഇത്തരമൊരു തുടച്ചു നീക്കൽ. പക്ഷേ ഇത് 1948 അല്ല. പേടിപ്പിച്ചോടിക്കാൽ അത്ര എളുപ്പവുമല്ല. 1950 UN നേതൃത്വത്തിൽ നടന്ന ഡിസ്പ്ലേസ്മെന്റ് പദ്ധതിയെ പോലും ഫലസ്തീൻകാർ ചെറുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗസ സമ്പൂർണമായി ഇടിച്ചു നിരത്തുക എന്ന പദ്ധതിയാണ് നെതന്യാഹു നടപ്പാക്കിയത്. സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, ആശുപത്രികൾ, കടകൾ, കൃഷിയിടങ്ങൾ,
ജലവിതരണ സംവിധാനങ്ങൾ, വൈദ്യുതി സംവിധാനങ്ങൾ, സോളാർ സ്റ്റേഷനുകൾ എല്ലാം ബോംബിട്ട് തകർത്തു. ഗസയിലേക്കുള്ള വെള്ളവും മരുന്നും ഭക്ഷണവും മറ്റു മാനുഷിക സഹായങ്ങളും എല്ലാം തടഞ്ഞാണ് ഈ തകർക്കൽ നടത്തിയത്. ഗസയെ ജീവിക്കാൻ കൊള്ളാത്തതാക്കി മാറ്റുകയായിരുന്നു പദ്ധതി. ഈ ഗസയെ നോക്കിയാണ് UN മേധാവി ഭൂമിയിലെ നരകമെന്ന് വിളിച്ചത്. മൊസാദിന്റെ മുൻ മേധാവി രാംബിൻ ബാരക്ക് അറിയാതെ പ്ലാൻ ബി പുറത്തു പറഞ്ഞുപോയി. ഗസക്കാർക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, പുറത്തേക്ക് പോവുക. അയൽ രാജ്യങ്ങളിൽ ഞങ്ങൾ പൗരത്വം വാങ്ങിത്തരും. നിങ്ങൾ അറബികളല്ലേ, ഈജിപ്തിലടക്കം നിങ്ങൾക്ക് ഇഴുകിച്ചേർന്ന് ജീവിക്കാമല്ലോ. ഇതായിരുന്നു ബരാക്കിന്റെ ചോദ്യം. ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ചില സംഘപരിവാറുകാർ ചോദിക്കുന്ന അതേ ചോദ്യം. നിങ്ങൾക്ക് പോകാൻ എത്ര രാജ്യങ്ങളുണ്ട്? എത്ര വ്യക്തമാണ് ഹിന്ദുത്വയുടെയും സയനിസത്തിൻ്റെയും ആശ്ലേഷം. പക്ഷേ അങ്ങനെ ഞങ്ങളെ അറബികളാക്കേണ്ട. ഞങ്ങൾ ആദ്യം ഫലസ്തീനികളാണ്, രണ്ടാമത് മാത്രമാണ് അറബികൾ. ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് നിവർന്നു നിന്ന് പറഞ്ഞതിൻ്റെ വിലയാണ് ഗസയിലെ 20,000-ലേറെ വരുന്ന രക്തസാക്ഷികൾ, കൊഴിഞ്ഞുപോയ കുഞ്ഞു പൂവുകൾ. 3/4 നൂറ്റാണ്ട് മുമ്പ് സിറിയയിലേക്കും ലെബനാനിലേക്കും പലായനം ചെയ്തവരിൽ ചിലർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ പുതിയ തലമുറയോട് പറയുന്നത് നിങ്ങളുടെ രാജ്യം ഫലസ്തീനാണ്, സ്വതന്ത്ര ഫലസ്തീനാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടതെന്നാണ്. ചിലർ ഈജിപ്ത് പ്രസിഡന്റ് ഫത്താഹ് അൽ സീസിക്ക് നേരെ വിമർശന ശരമെയ്യുന്നുണ്ട്. ഗസക്കാർക്ക് സുരക്ഷിത വഴിയൊരുക്കാൻ അദ്ദേഹം റഫാ ക്രോസിംഗ് തുറന്നുകൊടുത്തില്ലെന്നാണ് വിമർശനം. അയൽ രാജ്യങ്ങൾക്കെല്ലാം ഈ പ്ലാൻ ബിയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി. അവരും ഈജിപ്ത് എടുത്ത അതേ നിലപാട് തന്നെ എടുത്തു. പ്രത്യക്ഷത്തിൽ കേട്ടാൽ അവരെല്ലാം ഫലസ്തീൻ വിരുദ്ധരാണെന്ന് തോന്നും. എന്നാൽ ഫലസ്തീൻ ജനതയെ അവരുടെ മണ്ണിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക തന്നെയാണ് ശരി. മരിച്ചു വീണാലും അവരവിടെ തന്നെ നിൽക്കുമെന്ന ശരിയുടെ കൂടെയാണ് ഫലസ്തീനികൾ ഉള്ളതും. എല്ലാ പ്ലാനും തകർന്ന് കൂടുതൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന നെതന്യാഹുവാണ് ഈ വെടിനിർത്തൽ ചർച്ചയുടെ കാലത്ത് അവശേഷിക്കുന്നത്. നിസ്സഹായനായി അദ്ദേഹം പറയുകയാണ്, ഇത് 3ാം ലോകമഹായുദ്ധമാണെന്ന്. ലോകവിശേഷത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.